വിശുദ്ധ ഖുർആനിൽ സൂറത്തു ശുഅറാഇന്റെ 61, 62 ആയത്തുകൾ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾക്കൊക്കെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഒരു വല്ലാത്ത ശക്തിയാണ്. രംഗം എന്താണ്? സമുദ്രത്തിന്റെ മുന്നിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ നിൽക്കുമ്പോൾ, പുറകിൽ ശത്രുവിനെ ഫിറഔനിന്റെ പടയെ കാണുമ്പോൾ, ഒപ്പമുള്ള ഹവാരിയങ്ങൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അസ്ഹാബുകൾ അവർ പറയാണ്, ഫലമ്മ തറ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദറക്കുൻ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയണം, അവരാ സംഘം തമ്മിൽ ഇങ്ങനെ പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് അവർ പറയാൻ, കഴിഞ്ഞു മൂസ, നമ്മൾ പിടിക്കപ്പെട്ടു. ഇനി സമുദ്രവും പിറകിൽ ശത്രുവാകുമ്പോൾ പോലും ഭൗതികമായി ഇനി രക്ഷപ്പെടാൻ ഉള്ള എല്ലാ വഴികൾ അടയുമ്പോഴും മൂസാ നബി അവിടെ പറയുന്ന ഒരു വാക്കുണ്ട് അവരോട്, കല്ല, ഇല്ല, അങ്ങനെ പറയാനായിട്ടില്ല. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, ആ റബ്ബൊരു വഴി കാണിച്ചു തരുമെന്നാണ്. ഭൗതികമായി ചിന്തിക്കുന്നതിനപ്പുറത്ത്, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള ഒരു വിശ്വാസം, അതിന് നമ്മളെ ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിർത്താൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മളെ കഴിവിനും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ പരിഹാരങ്ങൾക്കും ഒക്കെ അപ്പുറത്താണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കഴിവുള്ളത്. ആ അള്ളാഹു നമ്മളെ കൂടെയുണ്ട് എങ്കിൽ, ആ അള്ളാഹു നമ്മളെ സഹായിച്ചാൽ, പിന്നെ ആര് നമ്മളെ പ്രതിസന്ധിയിലാക്കിയാലും നമ്മൾ ഒരിക്കലും പ്രയാസപ്പെടുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും അള്ളാഹുവിലേക്ക് നമ്മൾ എടുത്താൽ ആ ഉറപ്പ് നമ്മൾക്ക് പറയാൻ സാധിക്കും, ആ ഉറപ്പ് നമ്മൾക്ക് ലഭിക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ അടിമ പ്രതിസന്ധിയിലായാൽ അള്ളാഹ് സഹായിക്കും. അതിനുള്ള ചരിത്രമാണ്, അതിനുള്ള ഉദാഹരണമാണ് ഈ ചരിത്രം. ഇതാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ ആയത്ത് നമ്മൾക്കൊരു ശക്തിയാണ്. കല്ല, അങ്ങനെയല്ല. ഏത് പ്രതിസന്ധിയുടെ മുമ്പിൽപ്പെട്ടാലും, ആര് നമ്മളെ പ്രതിസന്ധിയിലാക്കിയാലും, ആര് നമ്മൾക്ക് എതിർ നിന്നാലും, ആര് നമ്മളെ നശിപ്പിക്കാൻ തീരുമാനിച്ചാലും, നമ്മുടെ മുമ്പിൽ വഴികളടയുമ്പോൾ നമ്മൾക്കത് അടഞ്ഞു എന്ന് തോന്നിയാൽ, അല്ല, നമ്മൾ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, അള്ളൊരു വഴി കാണിച്ചു തരും. ഇതുവരെ പിളരാത്ത കടൽ മൂസാ നബിക്ക് പിളർന്നിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിലും അള്ളാഹു പുതിയ വഴികൾ കാണിച്ചു തരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.